അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ അതിശക്തമായ സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ NBC ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഗ്ചി പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനിയും മറ്റ് ഉന്നത രാഷ്ട്രീയ സൈനിക ഉദ്യോഗസ്ഥരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് അദ്ദേഹം പറയുന്നു. ഭരണകൂടത്തിലെ പ്രധാനികൾ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത നീക്കം പരാജയമാണെന്നും ഇറാന്റെ ഭരണകൂടത്തെ തകർക്കാൻ ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണെന്നും നിലവിൽ നടക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ ഭരണകൂടത്തെ താഴെയിറക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം ഒരിക്കലും നടക്കാത്ത ഒരു അസാധ്യമായ ദൗത്യം, മിഷൻ ഇംപോസിബിൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. റെജിം ചേഞ്ചിനെ പറ്റി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചോദിച്ചതിന് അബ്ബാസ് അറാഗ്ചി പറഞ്ഞത് ഇപ്രകാരമാണ്: തങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെന്നും 30 ദശലക്ഷം ആൾക്കാരാണ് ഇസ്ലാമിക് റവല്യൂഷന്റെ 47ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രീറ്റുകളിൽ വന്നത് എന്നും അദ്ദേഹം പറയുന്നു. ഇതിനു മുൻപും റെജിം ചേഞ്ചിന് വേണ്ടി US ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ അവർ പരാജയപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 47 വർഷങ്ങളായിട്ട് പല പ്രാവശ്യം അമേരിക്ക ഇത്തരത്തിൽ റെജിം ചേഞ്ചിനായി ശ്രമിച്ചിട്ടുണ്ട്. അട്ടിമറി നടത്താനും സാങ്ഷൻസ് ഉപരോധങ്ങളിലൂടെയും 8 വർഷത്തോളം സദ്ദാം ഹുസൈനുമായി ചേർന്ന് യുദ്ധം നടത്തിയും തങ്ങളുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ US മുൻപും നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു എന്നും തങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഒരു റെജിം ചേഞ്ചിന് ആഹ്വാനം ചെയ്യുന്നതുകൊണ്ട് തങ്ങൾ തകരില്ലെന്നും ഇതിലും കൂടുതൽ ശക്തരായി തിരിച്ചു വരും എന്നാണ് അബ്ബാസ് അറാഗ്ചി NBC ന്യൂസിൽ പറയുന്നത്.